അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ത്രീകൾ പള്ളി പ്രവേശനം, ഇതാണ് സഹോദരൻ്റെ ചോദ്യം. സ്ത്രീകൾ പള്ളിയിൽ പോകണോ വേണ്ടേ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയം ചർച്ചയായിട്ട് നാം കാണാറുള്ളത് കേരളത്തിൽ മാത്രമാണ് കൂടുതലും. ബഹുഭൂരിപക്ഷം ലോകത്തിൽ പലയിടങ്ങളിലും നാം പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ളൊരു വിഷയം അവിടെ ഒരു ചർച്ചയ്ക്ക് വിധേയമായ വിഷയമേ അല്ല. കാരണം ഈ വിഷയത്തിൽ വന്നതായ ഹദീസുകൾ നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കാണ് അതിൻ്റെ മെയ്യാർ, മാനദണ്ഡമാക്കി എടുക്കാറുള്ളത്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. സഹോദരൻ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമ സ്ത്രീകളെ അള്ളാഹുവിൻ്റെ വീടുകളായ പള്ളിയെ തൊട്ട് നിങ്ങൾ തടയരുത്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരുടെ വീടാണ് ഉത്തമം, അവർക്ക് അവരുടെ വീടാണ് ഉത്തമം. ഇവിടെ ബുദ്ധിജീവികൾ ശ്രദ്ധിച്ച് ഫുഖഹാക്കളുടെ വാക്കുകളും ഉലമാക്കളുടെ വാക്കുകളും സലഫു സാലിഹ്യങ്ങളുടെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത ചർച്ചകളും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഭാഗം സ്ത്രീകൾ ഫിറ്റാക്കുക, പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഭാഗം പുരുഷന്മാർ ഫിറ്റാക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നമ്മളോട് പള്ളിയിൽ പോകാൻ വേണ്ടി ചോദിക്കുമ്പോൾ അള്ളാഹിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദിക്കുന്ന ചോദ്യം സ്ത്രീകൾ ചോദിക്കുന്നത് ഫാഷൻ പരേഡ് നടത്താനല്ല, അവർ വേറെ വല്ല ഉദ്ദേശം വെച്ചിട്ടല്ല. അവർ പോകുന്നത് പർദ്ദ ധരിച്ചിട്ടാണ്. അവർ പോകുന്ന വഴിയിൽ അപകടമില്ല, അവർ പോകുന്ന വഴിയിൽ അപകടമില്ല, അവർ നല്ല ഉദ്ദേശം വെച്ചിട്ട് പോകുന്ന പോക്കാണ് എന്നൊക്കെ ഈ ഉത്തരവാദപ്പെട്ട ഭർത്താവിനോ വാപ്പാക്കോ ആങ്ങൾക്കോ ആരാണ് ഉത്തരവാദപ്പെട്ടവർ, അവർ ഉത്തരവാദപ്പെട്ടവർ, അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ ഭാഗം അവർ നടപ്പാക്കുക. അതെന്താണ്? സ്ത്രീകളെ തടയരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അഥവാ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ചോദിക്കുമ്പോൾ അവർ പോകുന്നത് ആത്മാർത്ഥമായി പള്ളിയിൽ പോയി കൂലി കിട്ടണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പോവാണ്. അല്ലെങ്കിൽ പള്ളിയിൽ ക്ലാസ്സുകളും ഖുതുബകളും പ്രസംഗങ്ങളും നടക്കുന്നുണ്ട്, അതൊക്കെ കേട്ടിട്ട് ഇൽമു പഠിക്കാൻ വേണ്ടി പോവാണ്, നന്മ ഉദ്ദേശിച്ചിട്ട് പോകുന്നതാണ്. പോകുന്ന വഴിയിൽ അപകടമില്ല, അവർ പോകുന്ന സന്ദർഭത്തിൽ വഴിയിൽ അപകടമില്ല, അഥവാ അന്യ പുരുഷന്മാരുമായിട്ട് മിശ്രമാവൽ വരുന്നില്ല, അന്യ സ്ത്രീകളുമായിട്ട് കലരൽ വരുന്നില്ല. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും അവരുടെ അന്തസ്സിനെ, ഇസ്സത്തിനെ, അഭിമാനത്തെ സംരക്ഷിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പുരുഷൻ്റെ ബാധ്യത തടയാതിരിക്കുക എന്നതാണ്. പുരുഷൻ്റെ ബാധ്യത അവളോട് ആവശ്യപ്പെട്ടവളോട്, പെങ്ങളാവട്ടെ, ഉമ്മയാവട്ടെ, അല്ലെങ്കിൽ ഭാര്യയാവട്ടെ, ആരാണ് അനുവാദം ചോദിച്ചത് അവർക്ക് അനുവാദം കൊടുക്കണം എന്നതാണ്. സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു ഭാഗം. അതെന്താണ്? അവരുടെ ഈ പോക്ക് കാരണത്താൽ ഭർത്താവിൻ്റെ ബാധ്യതയിൽ വീഴ്ച വരുത്തുന്നു, കുട്ടികൾക്ക് ശിക്ഷ നൽകുന്നതിൽ വീഴ്ച വരുന്നു, ഇപ്പോൾ വീട് സംരക്ഷിക്കാൻ സാധിക്കുന്നതല്ല, അവർക്ക് അതിൽ പല പ്രശ്നങ്ങളും കോട്ടങ്ങളും വരുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഉത്തമമായ രീതി എന്താണ്? അവർ വീട്ടിൽ ചടഞ്ഞിരിക്കലും വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കലുമാണ്. പുരുഷന്മാരെ പോലെ പള്ളിയിൽ പോയിട്ട് ജമാഅത്തോടു കൂടി നമസ്കരിക്കൽ നിർബന്ധമല്ല സ്ത്രീകൾക്ക് എന്ന കാര്യം അവൾ മനസ്സിലാക്കി, അവൾ പള്ളിയിൽ പോകാതെ വീട്ടിൽ വെച്ചിട്ട് ആ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി, ഒരു പെണ്ണിൻ്റെ ബാധ്യത എന്തെല്ലാമുണ്ട് അതെല്ലാം വീട്ടിൽ വെച്ചിട്ട് നിർവഹിക്കാൻ വേണ്ടി അവൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവൾക്ക് പള്ളിയിൽ പോയാൽ കിട്ടുന്ന കൂലി തന്നെ കിട്ടും. ജമാഅത്തിൻ്റെ കൂലിയും അതിൽ കൂടുതലും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അവൾ എന്തായിരിക്കണം? വീട്ടിലിരിക്കാനുള്ള കാരണം, അവൾ വീട്ടിൽ നിന്നിട്ട് പോയാൽ കുട്ടികളുടെ സംരക്ഷണം നഷ്ടപ്പെടും, വീടിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടും, പോകുന്ന വഴിയിൽ
അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള സ്ഥലമാണ്, മിശ്രമായിട്ടുള്ളതായ നമസ്കാര പള്ളികളിലൊക്കെ മിശ്രമായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നിട്ടുള്ളതായ ഒന്നാണ്. പോകുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ പർദ്ദ ധരിക്കാത്ത പോകുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ള അപകടത്തിൽപ്പെടുകയും ചെയ്യും എന്നൊക്കെ പേടിയുണ്ടെങ്കിൽ അവിടെ എന്താണ് വേണ്ടത്? സ്ത്രീ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ഭാഗം, ഒബിയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, അവരുടെ വീടാണ് ഉത്തമം. അപ്പോൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോയിട്ട് അത് വെളുക്കാൻ തേച്ച് പാണ്ടായി എന്ന് പറയുന്ന മാതിരി ആ ഇബാദത്ത് നഷ്ടപ്പെടുന്ന രൂപത്തിലോ ഇബാദത്ത് ചെയ്യാൻ പോകുമ്പോൾ അതിലൂടെ പല തെറ്റുകൾ വരുന്ന രൂപത്തിലോ ആണെങ്കിൽ അവൾക്ക് ഉത്തമം വീടാണ്, പള്ളിയിലേക്ക് പോകാതിരിക്കലാണ് ഉത്തമമായ രീതി. കൂലിയുടെ കാര്യമാണെങ്കിൽ കൂലി അവളുടെ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ ബാധ്യത, വീട്ടുബാധ്യത, കുട്ടികളുടെ സംരക്ഷണം, ഈ ഇത്തരം കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അവൾ വീട്ടിൽ കൂടുകയാണെങ്കിൽ പുരുഷന്മാർ കിട്ടുന്നതും ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ പ്രതിഫലം അവൾക്ക് വീട്ടിൽ വെച്ചിട്ട് നമസ്കരിച്ചാൽ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാ അള്ളാഹ്. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഒരു കടുപിടുത്തം പാടുള്ളതല്ല. അതിൻ്റെ പേരിൽ ഒക്കാണവും കുഴപ്പവും പാർട്ടി ഉണ്ടാക്കലും ഭിന്നിക്കലും പാടുള്ളതല്ല. അതിൻ്റെ ആവശ്യമില്ല. ഈ രൂപത്തിൽ ബാലൻസ് ശരിയാക്കി മനസ്സിലാക്കിയാൽ മതി. പുരുഷൻ്റെ ബാധ്യത പുരുഷൻ നിർവഹിക്കുക, സ്ത്രീകളുടെ ബാധ്യത സ്ത്രീകൾ നിർവഹിക്കുക. ചുറ്റുപാടൊക്കെ ഒത്തുകിട്ടുകയാണെങ്കിൽ, അപകട സാധ്യതയില്ലെങ്കിൽ, പോകുന്ന വഴിയിൽ പ്രയാസമില്ലെങ്കിൽ, പള്ളി അടുത്താണ്, ദൂരത്തല്ല, അവരുടെ ഉദ്ദേശം നല്ല ഉദ്ദേശമാണ്, വടക്കുദ്ദേശമല്ല, അവർ യുവതികളുമല്ല. യുവതികളാവുമ്പോഴാണ് പേടി കൂടുതൽ. കാരണം യുവതികൾ ആകുന്ന സന്ദർഭത്തിൽ അവർ നല്ലവരാണെങ്കിലും പോകുന്ന വഴിയിൽ വടക്ക് നീച ചിന്തിക്കുന്ന യുവാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അപകടമായി മാറും. അതൊക്കെ ശ്രദ്ധിക്കൽ സ്ത്രീകളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച പുരുഷന്മാരുടെയും ബാധ്യതയിൽപ്പെട്ടതാണ്. ഇതെല്ലാം മനസ്സിലാക്കി ബാലൻസ് ശരിയാക്കി ഈ കാര്യത്തിന് വിധി നൽകേണ്ടതാണ്. എന്നല്ലാതെ അന്ധമായ ഒരു നിഷേധ രീതി നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടേ ഇല്ല എന്ന് പറയുന്ന രീതി, അത് തീരെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയാണ്. സ്ത്രീകൾ പള്ളിയിലേക്ക് പോയാലേ തീരൂ എന്നതായ ആ കടുപിടുത്തം, അതും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇതെല്ലാം മധ്യനില അംഗീകരിക്കുകയും ബാലൻസ് ശരിയാക്കി കാര്യം ക്ലിയറാക്കി മനസ്സിലാക്കുകയും ഹദീസിനെ സലഫു സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും ചെയ്യുക. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ, അഥവാ അവരെ കൊല്ലപ്പെടുന്നത് മദീനത്തെ പള്ളിയിൽ വെച്ചിട്ടാണ് അവർക്ക് കുത്തേൽക്കുന്നത്. ആ സന്ദർഭത്തിൽ അവരുടെ ഭാര്യ ആതിക റളിയല്ലാഹു തആല അൻഹ നേതാവാണ്. സ്ത്രീകളിൽ സഹാബ സ്ത്രീകളിൽ നമ്മുടെ എല്ലാം നേതാവാണ് ആതിക റളിയല്ലാഹു തആല അൻഹ. ആ ആതിക റളിയല്ലാഹു തആല അൻഹ മസ്ജിദ് നബവിയുടെ അകത്ത് ഉമറുൽ ഖത്താബിൻ്റെ ബാക്കിൽ പിന്നിൽ സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നമസ്കരിക്കുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് സഹീഹ് ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റസൂൽ വഫാത്തായിട്ട് ഖുലഫാകളുടെ കാലഘട്ടത്തിൽ വരേക്കും സ്ത്രീകൾ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു എന്നത് സ്ഥിരീകരിക്കപ്പെട്ടതായ ഹദീസിൽ കാണാൻ സാധിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് അതിൽ അങ്ങനെയുള്ള കടുപിടുത്തമോ നിഷേധ രീതിയോ പാടുള്ളതല്ല. ബാലൻസ് ശരിയാക്കി കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ഈ വിഷയത്തിൽ പഠിക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.